ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ? എന്നാലും എന്ത് ചതിയ ചടത്തി എന്നോട് ചെയ്തത്? നിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, മുറുക്കി തുപ്പാൻ പാടില്ല. ഇതൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അല്ല, നാട്ടുകാരറിഞ്ഞ എന്താ വിചാരിക്കുക? എന്തറിഞ്ഞ? രാത്രി എൻ്റെ കൂടെ ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞ. രാത്രിയിലോ? ആരുടെ കൂടെ? വൈകിട്ട് 6 മണി, കാലത്ത് 7 മണി. അതിനിടയിൽ ഇവിടെങ്ങാനും വന്നാ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. എന്നാലും എന്റെ സ്വകാര്യതയ്ക്ക് വേറെ ആൾ എത്തി നോക്കും. ഒരു സ്വകാര്യത ഇവിടെ നടക്കത്തില്ല. 6 മണിക്ക് ശേഷം ഈ പരിസരത്ത് നിന്നെ കണ്ട SI മറിയാമ്മ ആരാന്ന് നീ അറിയും. പെട്ടിയും പട്ടിയും റോഡിൽ കിടക്കും. ഡെപ്പോസിറ്റ് പോലും തരികയില്ല, പറഞ്ഞേക്കാം. ഇനി എന്ത് ഡെപ്പോസിറ്റ്? മാനം മുഴുവൻ പോയില്ലേ? നിങ്ങളൊരു പുരുഷനാണെന്ന ധാരണയിലാണ് ഞാൻ അത്രയും പരുഷമായി പെരുമാറിയത്. ക്ഷമിക്കണം. ഞാൻ പവിത്രൻ, കുഴപ്പക്കാരനൊന്നല്ല കേട്ടോ. ഒരു പഴയ NRI. ഇപ്പൊ ഇവിടെ വലിയൊരു ആഡംബര ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ഓഫീസറാ. എന്നാലും നിനക്കൊരു ക്ലൂ. മുണ്ടൂരല്ലേ? പുതിയ പാട്ട് ടീച്ചർ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഓ, കണ്ടായിരുന്നു. സുന്ദരിയാ? സുന്ദരിയാ? അയ്യ, സുന്ദരി അത്ര സുന്ദരിയൊന്നുമല്ല. കാണാൻ നല്ലതാ, തരക്കേടില്ല, അത്രേ ഉള്ളൂ. നല്ല പെരുമാറ്റമാ. നമ്മളെന്താ പിന്നെ മോശക്കാരാണോ? സെക്യൂരിറ്റി ഓഫീസർക്ക് എന്താ ഈ വീട്ടിലെ കാര്യം? ആ വലിയ ആഡംബര ഫ്ലാറ്റിൽ തന്നെ അങ്ങ് താമസിച്ചാ പോരെ? അവിടെ പെറ്റ്സ് അലൗഡ് അല്ല. 5-6 വർഷമായിട്ട് എനിക്ക് ആകെയുള്ളൊരു കൂട്ടാ. ഇവൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അല്ലേ? ബ്രോ എന്നാണ് അവന്റെ പേര്. തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടായി. നല്ല സ്ഥലം, നല്ല മുറി. ബ്രോയും നല്ലതാണ്. ഞങ്ങളിപ്പം നല്ല കൂട്ടായി. എന്താ ഇവിടെ? ക്ലാസ് ഉണ്ടായിരുന്നേ. ഓ, ഫ്ലാറ്റിലേക്കാണോ? ഓ, എന്നാ ഞാനും വരാം. അല്ല, ഞാൻ നടന്നാ പോണേ. സ്കൂട്ടറിലോ? വിട്ടോ. ഫ്ലാറ്റ് എത്തി. നീ നടന്നു നോക്കോട്ടെ. അപ്പൊ വരുന്നില്ല? അല്ല, ടയർ പഞ്ചറായി. കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, പഞ്ചറായാലോ? ഞാൻ ഒട്ടിച്ചിട്ട് വരാം.
അയ്യോ പെന്നെ കൊണ്ട് പോയേനെ. നീ എനിക്കെതിരെ സാക്ഷി പറയുന്നോടാ. നിന്റെ മൊഴി കാരണമാണ് ഞാൻ തൂങ്ങിയ ഈ ജീപ്പ് നിന്റെ നെഞ്ചത്തൂടെ ഞാൻ കയറ്റി ഇറക്കും. കേട്ടോടാ. കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സാറേ, അതിന്റെ ഡ്യൂട്ടിയാ. ഏയ്, എന്ത് ഡ്യൂട്ടി? വാട്ട് ഫ്രീക്കിംഗ് ഡ്യൂട്ടി? ആ ഗേറ്റിന് കാവലിരിക്കുന്നല്ലേ നിന്റെ ഡ്യൂട്ടി? അതിന് വന്നവരെ അത് മാത്രം ചെയ്താൽ മതി, അല്ലാതെ കാശുള്ളവരുടെ കൈ കയറി കുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായോടാ? അല്ലെങ്കിലും കാശുള്ളവന്മാരെ കാണുമ്പോഴേ ഇവനൊക്കെ ഒരു ക്രിമികടിയുള്ളതാ. പിന്നെ നിന്റെ ഈ ഡബിൾ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് നീ ഇന്നത്തോടെ അങ്ങ് നിർത്തിയേക്ക്. കാശിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോടാ. എടാ പവി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പിന്നെ അതേ, ആ പരട്ട പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. മനസാക്ഷി ഇല്ലാത്ത ജാതികളാ. പോരാത്തന് കാശിന്റെ നിങ്ങളിപ്പോ. നമുക്ക് വേണമെങ്കിൽ പോലീസിനൊരു പരാതി കൊടുത്താലോ? ഏയ്, ഈ ജീവിതത്തിന് വലിയൊരു കുഴപ്പമുണ്ടേട്ടാ. തോൽക്കുന്നത് നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും സമ്മതിക്കത്തില്ല. വാശിക്ക് അങ്ങോട്ട് തോറ്റോണ്ടേയിരിക്കും. പക്ഷെ ചിലപ്പോ അത് മനസ്സിലാവും. അപ്പൊ സങ്കടം വരും, നിരാശ തോന്നും. പിന്നെ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് നമ്മൾ അങ്ങോട്ട് നോർമലാവും. പക്ഷെ വേറൊരുത്തൻ അതൊക്കെ തോണ്ടി പുറത്തിടുമ്പോണ്ടല്ലോ, നമ്മുടെ നെഞ്ചങ്ങോട്ട് പറഞ്ഞു പോലെ തോന്നും. ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ടുള്ള ഓട്ട ഇതുവരെ നിന്നിട്ടില്ല. എന്നാലോ ദൂരൊട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാം ശരിയാകൂടാ. മനുഷ്യന്മാരെ പറ്റിക്കണ പറച്ചിലാണ് ഏട്ടാ അത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്നെ പിശുക്കാന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കളിയാക്കാറില്ലേ? പേടിച്ചിട്ടേട്ടാ. ഒറ്റയ്ക്കായി പോണേൻ്റെ ഒരു വെപ്രാളം. എന്തെങ്കിലും വന്ന് കിടന്നു പോയാ പിന്നെ. ഇതാ ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരു കൂട്ട് വേണമെന്ന്. മനസ്സിലായോ? കാര്യം എനിക്കിവിടെ കടവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പണിയാണെങ്കിൽ അടിമപ്പണിയുവാ. എന്നാലും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ രാജാവാടാ. നമ്മളെയൊക്കെ പോലെ തന്നെ ആരുടെയെങ്കിലും ജാട അഹങ്കാരമൊക്കെ സഹിച്ച് ജീവിക്കുകയായിരിക്കും. രാത്രി സുഖമായിട്ട് ഉറങ്ങെങ്കിലും ചെയ്യട്ടെ. കട്ടില് താനും ഉപയോഗിച്ചോളൂ. നിലത്ത് കിടന്ന് വെറുതെ നടുവേന വരുത്തണ്ട. ഉറങ്ങുമ്പോഴെങ്കിലും നമുക്കൊരു ഗമയൊക്കെ ഇരിക്കട്ടെ. കട്ടിലിന് നന്ദി. ഗമയൊട്ടും കുറയ്ക്കാതെ ഉറങ്ങി. കട്ടിലിന് പകരമായി ഒരു നേരത്തെ ഭക്ഷണം. ഓട്സ് കൊണ്ട് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇനി കട്ടിലിൽ തന്നെ കിടക്കണം. ഒരു നേരത്തെ നല്ല ആഹാരത്തിനായി പ്രതീക്ഷയോടെ പവിത്രൻ.
ഈ പാക്കിംഗ് ഇതുവരെ തീർന്നില്ലേ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളോ? ഇനി ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് എപ്പോ തീരും? ഇപ്പൊ 1 മണി 2 മണിക്ക് എല്ലാം തീർക്കണം. നോ എക്സ്ക്യൂസ്. ITIയിൽ പഠിക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്നത് ശിവപ്രസാദ് എന്നൊരു ബസ്സിലാണ്. കൂടെ ഒരു കൊച്ചു കയറും. TTC-കാരിയായിരുന്നു. കയറുമ്പോൾ ഒന്ന് ചിരിക്കും, ഇറങ്ങുമ്പോൾ ഒന്ന് ചിരിക്കും, മിണ്ടത്തൊന്നുമില്ല. പഠിത്തം കഴിഞ്ഞ് ഞാൻ ബോംബെക്ക് പോകാൻ ആ നീ എന്താ ഇത് ഹോട്ടലിൽ നിന്ന് കഴിക്കാതെ ചോറ് മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നോ? ദാ ഇതൊരു ലക്ഷം കഴിച്ചു നോക്കി. ആ കൊള്ളാലോ. ഇതേത് ഹോട്ടലിൽ നിന്നാ? ഹോംമെയ്ഡാ. എന്നാ പിന്നെ എനിക്കൂടെ ഒരെണ്ണം മേടിക്കാൻ മേലായിരുന്നോ? അതിന് എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. എന്നാണെങ്കിലും നല്ല കൈപ്പുണ്യമുള്ള ആരോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നണു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. ഡാ, ഏ വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്ു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക. എന്റെ അമ്മേ. ചേട്ടത്തി, എന്താ ഇത്? കുറച്ച് കൊടംപുളിയാ. രതീഷ് നാട്ടിൽ നിന്നുണ്ടോ? കാശ് വാടകയെന്ന് കുറയ്ക്കുവോ? ഷേ, എന്തോ ചേട്ടത്തി പറയുന്നേ? അല്ല, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ മുമ്പ് ചെയ്തിട്ടില്ല. അതാ. അവിടെ ഞാൻ എടുത്തോളാം. ചേട്ടത്തി പിടിച്ചേ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റ് ആണ് എടുത്തി. മനുഷ്യപ്പറ്റുള്ള ഇനാണോ? മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ എടുത്തി? ആര്? മറ്റേ കൊച്ച്. കൊടംപുളി ഇട്ട് മീൻ വെച്ച ബെസ്റ്റാ. ആരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഞാനിപ്പോ അതുകൊണ്ട് കാശൊന്നും മുറിയിൽ വെക്കില്ല. റിസ്കാ. റിസ്ക് കുറച്ച് വാങ്ങണം. നാളെ വാങ്ങാം. മോളുടെ പ്രായത്തിലുള്ള കുട്ടീനെ തന്നെ കൂട്ടിട്ടി നന്നായില്ല എടുത്തി. മോളിന് സെപ്പറേറ്റ് മീറ്റർ വെക്കണം. ഓ, ബില്ല് ഭയങ്കരമായിട്ടങ്ങ് കൂടി. കാണാൻ കൊള്ളാവുന്നതും അവിവാഹിതയുമായി ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാനായതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന കൊച്ചി ഹാർബറിലെ മീനാ നല്ലത്. വിലയും കുറവാ. എന്നാ കുറച്ച് വാങ്ങി അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. ഡാ, നീ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോടാ. തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ മതി. പിന്നെ തിരുവനന്തപുരത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഉത്തരം പറയും. എന്നിട്ട് കൊച്ചിന് മീനും തിന്നണം. ഒറ്റയ്ക്ക് 1.5 കിലോ മീൻ പപ്പ പുടം കളാണ്ടിരുന്ന് തിന്നണ ആളാ. എന്നിട്ടും ആർത്തി. ഈ കൊച്ചിൻ ഹാർബർ കണ്ടുപിടിച്ചവനെ കപ്പലേറ്റി കൊല്ലണം. വൃത്തിയേട്ടവൻ. സോറി, 2 ദിവസം പുറത്തുനിന്ന് കഴിക്കണം. നല്ല സുഖമില്ല, വയറുവേദന. എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന സമയ ശല്യപ്പെടുത്തരുത്. നോക്കിയും കണ്ടും നിന്നോളണം. ആത്മാർത്ഥമായിട്ട് നടത്തിയ പരിശ്രമമാണ്. മുഴുവൻ കഴിക്കണം. പണ്ട് ലേബർ ക്യാമ്പിൽ നടത്തിയ പരീക്ഷണങ്ങളാ. ടച്ച് വിട്ടുപോയി. അത് തരുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാണും. നമ്മുടെ അടുത്തേക്ക് വന്ന് നീയാണ് എൻ്റെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരാൾ കാണും. പക്ഷേ നോക്കണ്ടേ, അടുത്തുള്ളത് ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? ലോകം മുഴുവൻ നിറയുന്ന ഈ പ്രണയം ആരാണെന്ന് അറിയണ്ടേ? അത് നോക്കാതിരുന്ന എങ്ങനെ അറിയാനാ? പിന്നെ നമ്മൾ ജനറേറ്റർ റൂമിന്റെ ചാവി. കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കറങ്ങി നടക്കരുത്. ഓണാക്കിയേക്കണം. ഞാൻ ഒന്ന് വീഡിയോ പോയിട്ട് വരാം. അല്ല, അതിന് ജങ്കാറ സമയം കഴിഞ്ഞില്ലേ? അത് കുഴപ്പമില്ല. ഞാൻ റോഡ് വഴി പോക്കണം. അയ്യോ, 10-25 കിലോമീറ്റർ അപ്പുറം കറങ്ങി അടിച്ചു പോകാനോ? അതിന് മാത്രം തന്നെ അത്യാവശ്യം. അതെ, ബ്രോയിന് സ്വപ്നം കണ്ടു. വല്ലാത്തൊരു കരച്ചിലാ. ബെസ്റ്റാന്ന് തോന്നണേ. ലവ് ബീഡ്സ് കേട്ടാ എല്ലാരും പെണ്ണുങ്ങളെ സ്വപ്നം കാണും. ഇങ്ങനെ പട്ടീന്റെ സ്വപ്നം കേട്ടേക്കുന്നു. പോക്കും കഴിഞ്ഞ
നിന്നെ പാരങ്ങട് പിടിച്ച് അങ്ങോട്ട് പോടാ. ഒച്ചിട്ടക്കരുത്. നീ കേറി പോയേ ബഹളുണ്ടാക്കാതെ. ഒരു സ്നേഹപ്രകടനം. നിന്നോട് ചേർത്ത് എഴുന്നേറ്റു. ഏതവനാണെന്ന് നിനക്കെന്താണ് ഇവിടെ കാര്യം? ആരാണെന്ന്? എവിടെയാണ്? എന്തിനാണ് ആൾക്കാർ അലർന്നത്? എന്താ ചേർത്തി? എന്താ നടന്ന പോലെ തോന്നണു? തോന്നലല്ല, നടന്നു. റോഡ് സൈഡ് അല്ലേ? ഇതൊന്നും കാര്യാക്കണ്ടെന്ന് വീട്. എന്ത്? അല്ല, എന്തൊന്നും നടന്ന കാര്യം പറഞ്ഞു. ആര്? ആരോ? അപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ SI ആയിരുന്ന സ്റ്റേഷനാ. കളി മാറും. എന്നെ വിളിച്ച പോരായിരുന്നു. ഇതിനൊക്കെ എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? തീക്കട്ടി ഉറുമ്പരിക്കുന്നു. കാണണമല്ലോ. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. അതാണ്. പരിശ്രമം ഗംഭീരായിരിക്കുന്നു. കറി നന്നായിട്ടുണ്ട്. മുഴുവനും കഴിച്ചു. എന്താ എന്റെ പേര്? അസ്ത്രം. അസ്ത്രം കൊള്ളാലോ. ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ കറിയാണ് കഞ്ഞിയും അസ്ത്രവും. അതാ കോമ്പിനേഷൻ. ഏതായാലും അസ്ത്രം ഏറ്റുട്ടോ. ഏക്കണമല്ലോ. അതെ, അസ്ത്രത്തിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിളിച്ചാ മതി. ഇതാണ് എന്റെ നമ്പർ. ഈ കുടിവെള്ളക്കാർ പുതിയതാണേ. മുഴുവൻ വെള്ളം ഒഴിച്ചോണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി കേട്ടോ. അല്ല, അപ്പൊ ഈ പുത്തമ്പരക്കാരെ മാറ്റിയോ? ഓ, അവന്മാര് ശരിയാവത്തില്ലെന്നേ. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞാൽ ഇനി വേണ്ടാന്ന്. അവന്മാരുടെ വെള്ളവും കുഴപ്പമായിരുന്നു. ചേട്ടത്തിയുടെ മെസ്സേജാ. എന്ത് വള്ളിക്കെട്ടാണാവോ? മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അസ്ത്രത്തിന്റെ റെസിപ്പി വേണ്ട കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ.
പാട്ടിഷ്ടായോ അത് പറ. ആ, ഇഷ്ടപ്പെട്ടേ ഒക്കൂ. ഇതിലും നന്നായി പാടാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഫോൺ ഉപയോഗിക്കാറില്ല. അതാ ചേട്ടത്തിയുടെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചത്. പേടിക്കണ്ട, അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. നമുക്കിതുപോലെ കുറിപ്പിലൂടെ മിണ്ടാം, അറിയാം പോരെ? ഇല്ലെങ്കിലേ ആവശ്യങ്ങൾ കൂടും, ആഗ്രഹങ്ങളും. മതി, കുറിപ്പ് മതി.